എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ? ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ സുസ്മിതനെ സഹായിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ശ്യാമയെ എങ്ങനെയും സുസ്മിതയുടെ കൂടെ രോഗത്തിന് വിടണം. അങ്ങനെ ചിപ്പിമോളെ ഒളിപ്പിച്ച് വെച്ചിട്ട് ശ്യാമ ആണെങ്കിൽ കുഞ്ഞിനെ എല്ലാം എവിടെയും നോക്കും, പക്ഷെ കുഞ്ഞിനെ കാണത്തില്ല. അപ്പോൾ രോഹിത് പറയും കുഞ്ഞ് സേഫായിട്ടുണ്ട്, നീ സുസ്മിതനെ സഹായിക്കണം എന്ന് പറയുന്നത്. ലാസ്റ്റ് അവൾ സമ്മതിക്കുന്നു. അങ്ങനെ എനിക്ക് കുഞ്ഞിനെ സേഫായി കിട്ടണം എന്ന് പറയുന്നത്. അങ്ങനെ പാചക മത്സരത്തിലേക്ക് ഇവർ മത്സരിക്കാൻ പോവുകയാണ്. ഈ സമയത്താണ് നമ്മുടെ ചന്ദ്രബോസ് ഓൾറെഡി നമ്മുടെ സത്യഭാമ വരുന്ന വണ്ടിയും നമ്മുടെ ശാലിനിയും ശാരദ ടീച്ചർ വരുന്ന വണ്ടിയൊക്കെ തടഞ്ഞു നിർത്താനൊക്കെ ഗുണ്ടകളെ എല്ലാം സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. ഈ സമ്മാനം എന്തായാലും നമ്മുടെ സുസ്മിതയ്ക്ക് തന്നെ ഉറപ്പിച്ച് തന്നെയാണ് അവരുടെ വരവ് മുഴുവൻ. അങ്ങനെ അവരതെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ മത്സരം തുടങ്ങാറായി. മത്സരത്തിന് ആങ്കർ വന്ന എല്ലാ ഡീറ്റെയിൽസൊക്കെ പറയുകയാണ്. അപ്പോൾ അതിനുശേഷമാണെങ്കിൽ നമ്മുടെ ചന്ദ്രസൂര്യ ഏതായാലും അവർ വന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ ശ്യാമ നോക്കുന്നുണ്ട് അമ്മയൊന്നും എത്തിയിട്ടില്ലല്ലോ എന്ന്. അങ്ങനെ സുസ്മിതയുടെ ഭർത്താവും എല്ലാവരും ഉണ്ട്. അങ്ങനെ മത്സരം തുടങ്ങാറായില്ലെന്ന് നമ്മുടെ ചന്ദ്രബോസ് ചോദിക്കുകയാണ്. ഇനി ആരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, മത്സരം തുടങ്ങാനൊക്കെ ആവശ്യപ്പെടുന്നു. ഇതേ സമയത്താണെങ്കിൽ അവരാണെങ്കിൽ രണ്ടുപേരും വഴിയിലാണ്. അങ്ങനെ നമ്മുടെ വിഷ്ണുവും മനുവും വന്നിട്ട് രണ്ടുപേരെ രക്ഷിക്കുക. അപ്പം മത്സരം കുറച്ച് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ എന്ത് ചെയ്യും, നമ്മുടെ സത്യഭാമയും നമ്മുടെ ശാരദ ടീച്ചറും എത്തും. അങ്ങനെ മത്സരത്തിൽ അവർ പങ്കെടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കളിയൊക്കെ നമ്മുടെ വിഷ്ണുവിന് മനസ്സിലാവുന്നുണ്ട് ആരാണ് ഇത് ചെയ്തതെന്ന്. കാരണം സുസ്മിതയെ രക്ഷിക്കാനുള്ള ചന്ദ്രബോസിൻ്റെ ഉദ്ദേശം. അപ്പോൾ ചന്ദ്രബോസ് എന്നിട്ട് സുസ്മിതയുടെ അടുത്ത് പറയണേ, മത്സരത്തിൽ നീ ജയിച്ചാൽ 10 ലക്ഷത്തിൻ്റെ പകുതി എനിക്ക് തരണം കേട്ടോ എന്ന് പറയും. അപ്പോൾ സുസ്മിത ഉറപ്പായിട്ടും തരും എന്ന് പറയും. അങ്ങനെ മത്സരമൊക്കെ തുടങ്ങിക്കഴിഞ്ഞിട്ട് നമ്മുടെ എല്ലാവരും മത്സരിക്കുകയാണ്. ഈ സുസ്മിതയ്ക്ക് അപ്പോൾ മനസ്സിലായി എന്തായാലും താൻ ജയിക്കത്തില്ല. അത് കാരണം ഇവരെ കണ്ട ഉടനെ സുസ്മിതയുടെ കോൺഫിഡൻസ് മുഴുവൻ പോയി. അങ്ങനെ മത്സരത്തിൽ എന്തായാലും ശാരദ ടീച്ചർ കുറച്ച് പുറകോട്ട് നിൽക്കുകയാണ്. എങ്ങനെയാലും സത്യഭാമ ജയിക്കട്ടെ എന്നാണ് തന്നെയാണ് ശാരദ ടീച്ചറുടെ ആഗ്രഹം. കാരണം രാഘവൻ നായർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനൊക്കെ എല്ലാ കാര്യങ്ങളും നടക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ ശാരദ ടീച്ചർ സ്വയം കുറച്ച് ഇതാവുകയാണ്. അങ്ങനെ മത്സരത്തിൽ നമ്മുടെ സത്യഭാമ തന്നെ ജയിക്കുന്നുണ്ട്. ഇതാണ് നാളത്തെ എപ്പിസോഡിലുള്ളത്. അപ്പോൾ നാളത്തെ എപ്പിസോഡിനായി എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.